നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ഇസ്രായേലിലേക്ക് ഗോൾഡ് കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അല്ലെങ്കിൽ ഗോൾഡ് കസ്റ്റംസ് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഗോൾഡ് റിക്കവർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നലെ സംസാരിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഇന്ന് വന്ന കോളുകളിലും അതുപോലെ തന്നെ നമ്മുടെ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമൻറ്റാണ് സ്മാർട്ട് ഫോണുകൾ കൊണ്ടുവരുന്ന സമയത്ത് എയർപോർട്ടിൽ പിടിക്കപ്പെടാറുണ്ട് എന്നൊരു കാര്യം. അപ്പോൾ ശരിയാണത്. സ്മാർട്ട് ഫോണുകൾ പലപ്പോഴും പിടിക്കപ്പെടാറുണ്ട്. എസ്പെഷ്യലി ഐഫോണൊക്കെയാണ് കൂടുതലും പിടിക്കപ്പെടാറ്. വലിയ തുക ഫൈൻ അടയ്ക്കാനായിട്ട് വരാറുണ്ട് പല ആളുകൾക്കും. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഫോൺ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഈവൻ വലിയ തുക കൊടുത്ത് ടാക്സ് അടച്ചിട്ട് ഇസ്രായേലിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോറിൻ കൺട്രിയിലൊക്കെ കൊണ്ടുവന്നതിന് ശേഷം അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരാറുണ്ട്. റീജിയണൽ ലോക്ക് അല്ലെങ്കിൽ കൺട്രി ലോക്ക് എന്നാണ് അതിന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ സ്മാർട്ട് ഫോൺ കൊണ്ടുവരുന്ന സമയത്ത് കസ്റ്റംസ് പിടിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കറിയാം, ശരിക്കും ഒരു പാസഞ്ചറിന് ഒരു മൊബൈൽ ഫോൺ എന്ന രീതിയിലാണ് നമുക്ക് അലോ ചെയ്യുന്നത്. ലോകത്തെല്ലാ എയർപോർട്ടുകളിലും അങ്ങനെ തന്നെയാണ്. എന്നിരുന്നാൽ കൂടെയും ഇപ്പോൾ യൂഷ്വലായിട്ട് എല്ലാവരും തന്നെ 2 ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ 2 ഫോണുകൾ വരെയും പ്രശ്നം വരാറില്ല. മൂന്നാമതൊരു ഫോണൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് സംതിങ് സസ്പീഷ്യസ് എന്ന് പറഞ്ഞ പോലെ അവർക്ക് ഒരു ഡൗട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. അവർ ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്മാർട്ട് ഫോണിനകത്ത് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് എന്നാണ് ഇത് മാനുഫാക്ചർ ചെയ്തത്, പർച്ചേസ് ചെയ്തത്, എന്നാണ് ആക്ടിവേഷൻ ചെയ്തത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ സാഹചര്യത്തിൽ ഇവർ ഫൈൻ അടയ്ക്കാൻ സാധ്യതയുള്ളത് ആസ് പെർ ദ റൂൾ പറയുന്നത് 16,000 രൂപ ഇന്ത്യൻ മണിയുടെ വാല്യൂ ആണ്. ഞാൻ പറയും 16,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോണുകൾക്കാണ് ഇത്തരത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് ഫൈൻ അടയ്ക്കാൻ സാധ്യതയുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കറിയാമല്ലോ, സ്മാർട്ട് ഫോണുകൾക്ക് എല്ലാം തന്നെ 16,000 രൂപയ്ക്ക് മുകളിലൊക്കെ വിലയുണ്ട് ഇപ്പം. അപ്പോൾ പിന്നെ അത് പറയുന്നതിനകത്ത് അർത്ഥമില്ല. പിന്നെ ഫോൺ കൊണ്ടുവരുന്ന ആളുകൾ പരമാവധി ബോക്സ് കൊണ്ടുവരാതിരിക്കുക. കൂടുതൽ ഇത് മറ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അവരോടും പറയാം, ഈ ബോക്സ് എനിക്ക് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ബോക്സ് നിങ്ങൾ കൊണ്ടുതരുന്ന ആരാന്ന് വെച്ചാൽ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ, ഫോണും ചാർജറും ഞാൻ കൊണ്ടുവരാം എന്ന് പറയുക. അതുപോലെ തന്നെ ഫോൺ കൊണ്ടുവരുന്ന സമയത്ത് മാക്സിമം ആ ഫോൺ ഓൺ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ തന്നെ, നമ്മുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണിൻ്റെ കൂടെ തന്നെ വിടുക. 2 ഫോൺ കൂടി കൊണ്ടുവരികയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സ്കാനിങ്ങിൽ ബോക്സ് പെടുമ്പോൾ അവർക്കറിയാം ഉറപ്പായിട്ടും ഫോൺ കയ്യിലുണ്ടാവുന്നു. അങ്ങനെയുള്ളവരെ അവർ നോട്ട് ചെയ്യും. പിന്നീട് കസ്റ്റംസ് ചെക്കിങ്ങിൽ വരുന്ന സമയത്ത് ആ ഫോൺ ചെക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ആളുകൾക്ക് അങ്ങനെയാണ് പണി കിട്ടാറ്. അതുപോലെ തന്നെ ഐഫോണൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന ആളുകളുണ്ട്. ഐഫോണൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും ഒരിക്കലും നമ്മൾ ലഗേജിലിടാറുണ്ട്. പല ആളുകളും സ്വിച്ച് ഓഫ് ചെയ്ത് ലഗേജിലിടും. അവരുടെ വിചാരം ലഗേജിലിട്ട് കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടില്ല. ലഗേജൊക്കെ കൃത്യമായിട്ട് സ്കാൻ ചെയ്യുന്നതാണ്. സോ സ്മാർട്ട് ഫോൺ കൊണ്ടുവരുന്ന ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ റീജിയണൽ ലോക്ക് അല്ലെങ്കിൽ കൺട്രി ലോക്ക്. നമുക്കറിയാമല്ലോ, അപ്പം ഇന്ത്യയിൽ നിന്ന് മൊബൈൽ ഫോൺ മേടിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേരുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാർക്കറ്റ് ബേസിക്കലി ചീപ്പാണ്. അതുപോലെ ഓൺലൈനിൽ ഒരുപാട് പ്രൈസ് കുറഞ്ഞ് നമുക്ക് സാധനങ്ങൾ കിട്ടും. ഇതൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ. ഇന്ത്യയിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പം ഞാൻ ഇസ്രായേലിൻ്റെ സാഹചര്യത്തിൽ പറയുകയാണ്, ഇസ്രായേലിൽ വന്ന് കഴിയുമ്പോഴത്തേനും അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അതിനകത്ത് കൺട്രി ലോക്ക് എന്ന് എഴുതി കാണിക്കും. ആ കൺട്രി ലോക്ക് അൺലോക്ക് ചെയ്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. എനിക്കറിയാവുന്ന, പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകൾ തന്നെ പല ആൾക്കാർ ഫോൺ മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ആ ഫോൺ നാട്ടിലേക്ക് കൊടുത്തു വിടുകയും ഇവിടെ വീണ്ടും ഫോൺ മേടിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യയിൽ നിന്നൊരു ഫോൺ മേടിക്കുന്ന സമയത്ത് ആ ഫോണിനകത്ത് ഒരു ഇന്ത്യൻ സിം ഇട്ട് മിനിമം അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെയെങ്കിലും ഉപയോഗിക്കുക കണ്ടിന്യൂസ്ലി. അല്ലെങ്കിൽ ഒന്ന് വിളിക്കുക, കുറച്ച് നേരം സംസാരിക്കുക, അല്ലെങ്കിൽ ഓൺ ചെയ്ത് വയ്ക്കുക, അതിനുശേഷം കട്ട് ചെയ്യുക. അങ്ങനെ 3-4 പ്രാവശ്യം ഇത് ഉപയോഗിച്ചതിന് ശേഷം പറ്റുമെങ്കിൽ അതേ സിം കാർഡ് ഇട്ടുകൊണ്ട് തന്നെ അത് കൊണ്ടുവരിക ഇസ്രായേലിലേക്ക്. കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ആ നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടുത്തെ സിം കാർഡ് ഏതാണോ ആ സിം കാർഡ് ചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒന്ന്. രണ്ടാമത്തെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകളൊക്കെ അവിടുന്ന് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ടായിരിക്കും ചിലപ്പോൾ സിം ഇടുന്നത്. അങ്ങനെ സിം ഇടുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അതിൻ്റെ സെർവർ കണക്ടിവിറ്റി പ്രോപ്പറായിട്ട് വരത്തില്ല. അത് എക്സ്പെഷ്യലി സാംസങ്ങിനും അല്ലെങ്കിൽ ഷവോമി ഫോണുകൾ, ഒപ്പോ, ഓൾമോസ്റ്റ് എല്ലാ ആൻഡ്രോയിഡ് ഫോണുകൾക്കും ഈ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ എപ്പോഴും തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ മാക്സിമം നാട്ടിൽ നിന്ന് സിം കാർഡ് ഇട്ടതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം അത് മാറ്റുക ഒന്നുകിൽ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പം 019 ആയാലും ഹോട്ട് ആയാലും ഗോളോൺ ആയാലും അല്ലെങ്കിൽ പാർട്ട്ണർ ആയാലും ഇതിനെല്ലാം ഇന്ത്യൻ സിമ്മുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ സിം കാർഡ് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടുത്തെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാം. ഇവിടുത്തെ നെറ്റ്വർക്കുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കുറച്ച് പൈസ ഫോണിലിട്ടേക്ക്, ഒത്തിരി പൈസ ഒന്നുണ്ട്, 200 അല്ലെങ്കിൽ 300 രൂപ അഡീഷണലായിട്ട് ടോക്ക് ടൈം ചാർജ് ചെയ്യാം.
അത് നമ്മൾ ഓഫറിലല്ലാതെ ടോക്ക് ടൈമായിട്ട് ചാർജ് ചെയ്യാം. അപ്പം അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില സമയത്ത് ഈ കൺട്രിയിലൊക്കെ ഇവിടെ വന്നതിന് ശേഷം നെറ്റ്വർക്ക് കാണിച്ചാലും ഉപയോഗിക്കാൻ പറ്റാത്തതുണ്ട്. അങ്ങനെ വരുന്ന സമയത്തേക്ക് നമ്മൾ അതിനകത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഒരു ഇൻ്റർനാഷണൽ കോൾ വിളിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട്, ഇന്ത്യയിൽ നിന്ന് വേണമെന്നില്ല, എവിടെ നിന്നാലും ഒരു ഇൻ്റർനാഷണൽ കോൾ ലോക്കൽ നമ്പർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിം കാർഡ് ആക്ടിവേഷൻ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. വലിയ തുക മുടക്കിയിട്ടൊക്കെ സ്മാർട്ട് ഫോണുകൾ മേടിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. പിന്നെ അത് തിരിച്ച് നാട്ടിലേക്ക് കൊടുത്തുവിടാൻ നിൽക്കണം. അതുപോലെ തന്നെ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് ഫൈൻ അടച്ചിട്ടും ഇവിടെ വന്നതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുന്നേ ഒന്നും ഈ പ്രശ്നമില്ലായിരുന്നു. കാര്യം ചെയ്ത് നമുക്ക് ഇവിടെയുള്ള ഷോപ്പുകളിൽ കൊടുത്തത് അൺലോക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ ഷോപ്പുകളൊന്നും തന്നെ അൺലോക്കിംഗ് സർവീസ് ചെയ്തു കൊടുക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഡേ ബൈ ഡേ പുതിയ പുതിയ മോഡലുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാംസങ്ങിനൊക്കെ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ പുതിയ വേരിയൻറ്റുകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഷോപ്പുകാർ ഇപ്പോൾ ഒരു മോഡലിന് വേണ്ടിയിട്ട് ഈ അൺലോക്കിംഗ് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ബിസിനസ്സെങ്കിലും അവർക്ക് നടക്കണം. അത് നടക്കാത്തൊരു സാഹചര്യം വരുമ്പോഴത്തേക്ക് വലിയ തുക മുടക്കിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വേർഷനിലേക്ക് ഫോൺ അപ്ഡേഷൻ വരുമ്പോഴത്തേക്കും അവരുടെ കയ്യിലിരിക്കുന്ന സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് ഒരു പക്ഷേ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ടാണ് ഷോപ്പുകളൊക്കെ ഈ ഒരു പരിപാടി നിർത്തിയത്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി സർവീസ് സെൻറ്ററുകളിലാണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെയൊക്കെ ഷോറൂമുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അൺലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഷവോമിക്കോ അല്ലെങ്കിൽ ഒപ്പോയ്ക്കോ റിയൽമി, റെഡ്മി ഇങ്ങനത്തെ ഫോണുകൾക്കൊന്നും ഇവിടെ കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കുന്നില്ല. ഇവിടെ നല്ല ഓൾമോസ്റ്റ് പല വിദേശ രാജ്യങ്ങളിൽ കൊടുക്കുന്നില്ല. അപ്പം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. തിരിച്ച് നാട്ടിലേക്ക് തന്നെ കൊടുത്തു വിടേണ്ടതായിട്ട് വരും. സോ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് റിക്കവർ ആവാനായിട്ട് സാധിക്കും. ഒരിക്കലും 100% നമുക്ക് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് കുറച്ച് പേരൊക്കെ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരുപാട് പേര് പരീക്ഷിച്ച് വിജയിച്ചൊരു ടെക്നോളജിയാണിത്. ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്